കേരളത്തെ ഞെട്ടിച്ച ജൈനമ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവാണ്. കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ കാണാതായ ജൈനമ്മയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് അന്വേഷണ സംഘത്തിന് വലിയ ആശ്വാസം നൽകുന്നത്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തെ ഇത് കൂടുതൽ ശക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി കുറ്റം സമ്മതിക്കാൻ സെബാസ്റ്റ്യന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. ചേർത്തലയിൽ വസ്തുഇടപാടുകളിലെ ഇടനിലക്കാരനായ സെബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇയാൾ ഒരു വലിയ ക്രിമിനൽ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏറ്റുമാനൂർ അതിരമ്പുഴ സ്വദേശി മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജൈനമ്മയെ 2024 ഡിസംബർ 23 വീട്ടിൽ നിന്നും കാണാതായത്. ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജൈനമ്മ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റ്യനുമായി സൗഹൃദത്തിലായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് പിന്നീട് കോട്ടയം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായി ജൈനമ്മയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തെളിഞ്ഞതും. ഇതോടെയാണ് സെബാസ്റ്റ്യനെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവന്നതും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതും. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ജൈനമ്മയുടെ തിരോധാനം ഒരു കൊലപാതകമാണെന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചത്. വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇതിനു പുറമെ വീടിന്റെ പിൻഭാഗത്തെ മുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. ഈ രക്തക്കറയുടെയും ശരീരാവശിഷ്ടങ്ങളുടെയും DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കൊലപാതകത്തിൽ സെബാസ്റ്റ്യനുള്ള പങ്കും വ്യക്തമായി. എന്നാൽ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഫലം കൂടി പുറത്തു വരുന്നതോടെ ജൈനമ്മയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങും. അതുപോലെ സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ജൈനമ്മയെ വകവരുത്തിയതിനു ശേഷം ഇവരുടെ ആ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വിറ്റതാകാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സെബാസ്റ്റ്യൻ 3 സ്ത്രീകളുടെ തിരോധാന കേസുകളിലാണ് ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്നത്. ജൈനമ്മയെ കൂടാതെ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരെ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഈ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 2019 സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു. ബിന്ദുവിന്റെ കോടികൾ വിലയുള്ള സ്വത്തുക്കൾ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈക്കലാക്കി വിറ്റ കേസിലായിരുന്നു അത്. ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നെങ്കിലും തെളിവുകളുടെ അഭാവം കാരണം കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോയില്ല. എന്നാൽ ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പില്ലെന്ന് അന്ന് തന്നെ അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു. അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. ഐഷയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്നാണ് സംശയം. എന്നാൽ ഐഷയുടെ അടുപ്പക്കാരായ റോസമ്മ, ലൈല, സുജാത എന്നീ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഇവരുടെ മൊഴികൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. ജൈനമ്മയുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റും ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡിൽ വിട്ടതിന് പിന്നാലെ സെബാസ്റ്റ്യനെ കോട്ടയം ജില്ലാ ജയിലിലേക്കും മാറ്റി. ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ രക്തക്കറയുടെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതോടെ അന്വേഷണ സംഘം കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. ജൈനമ്മയുടെ തിരോധാനം ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ 3 വർഷം മുൻപ് മൂടിയ ഒരു കിണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സെബാസ്റ്റ്യന്റെ സഹോദരന്റെ പേരിലുള്ള വസ്തുവകകളിലും പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. ജൈനമ്മയുടെ മാത്രമല്ല ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ജൈനമ്മയുടെ തിരോധാന കേസിലെ ഈ പുതിയ തെളിവുകൾ മറ്റ് കേസുകളിലെ വഴിത്തിരിവ് ഉണ്ടാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ സംഭവം സമൂഹത്തിന് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വസ്തുഇടപാടുകളിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം.